ഇന്ന് നമുക്കൊരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഈ പൊരി വെയിലത്ത് ഒന്ന് തണുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വിശപ്പും ദാഹം എല്ലാം മാറിക്കിട്ടും. അത്രക്കും ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കും കൂടിയാണിത്. അപ്പോൾ ഈ ചുട്ട വെള്ളുന്ന ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് നല്ല പോലെ വേവിക്കണം കേട്ടോ. ക്യാരറ്റ് വെന്തുടയുന്ന പരുവത്തിൽ നമ്മൾ വേവിക്കണം, എന്നാലേ നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നല്ല പോലെ ക്യാരറ്റ് വെന്ത് കിട്ടും. അപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നത്. ക്യാരറ്റൊക്കെ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ വേവിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാരറ്റൊക്കെ ഇവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്ക് പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാല് ചേർത്തിട്ട് നമ്മൾ ആദ്യം ഈ ക്യാരറ്റ് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ള പാല് ചേർക്കാൻ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റൊക്കെ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. ക്യാരറ്റ് മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം കേട്ടോ. എന്നാൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ബദാം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബദാം ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്തിട്ട് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അതുപോലെ സെർവ് ചെയ്യുമ്പോൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും കേട്ടോ. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്